നസ്കർ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റിട്ട് 2 ആഴ്ചയിലേക്ക് എത്തുന്നു. പോലീസിലും ഭരണത്തിലുമൊന്നും പൂർണ്ണമായും ഗ്രിപ്പ് പിടിക്കാൻ ഇതുവരെ വി ഡി സതീശനോ എന്തിനൊരു ആഭ്യന്തരമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല. പിണറായിയുടെ ആഭ്യന്തര സെക്രട്ടറിയും പിണറായിയുടെ DGPയും പിണറായിയുടെ ചീഫ് സെക്രട്ടറിയും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അതിൻ്റെതായ കുഴപ്പങ്ങളും പരാതികളും ഒക്കെ ഉണ്ടെങ്കിലും വി ഡി സതീശന്റെ ചില പ്രകടനങ്ങൾ വാസ്തവത്തിൽ ഈ പരാതികളൊക്കെ അലിയിച്ചു കളയുകയാണ്. സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ, ചില നിലപാടുകൾ ഒക്കെ വി ഡി സതീശൻ എടുക്കുമ്പോൾ വലിയ കയ്യടിയാണ് കിട്ടുന്നത്. അത്തരത്തിൽ എല്ലാവരുടെയും കയ്യടി കിട്ടുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉണ്ടായി. പാണക്കാട് തങ്ങളെ കണ്ടതിന് ശേഷം കണ്ണൂരിലെ ഒരു സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി. വി ഡി സതീശൻ ആദ്യമായി കണ്ണൂരിലെത്തുന്നതുകൊണ്ട് കണ്ണൂർ DIG യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ മുഴുവൻ പോലീസ് സന്നാഹവും മുഖ്യമന്ത്രിയെ ആദരവോടെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. മുഖ്യമന്ത്രി ചെന്നിറങ്ങി മുമ്പോട്ട് പോകാൻ നേരത്തെ DIG യതീഷ് ചന്ദ്ര സല്യൂട്ട് അടിച്ചിട്ട് പറയുന്നു, ഗാർഡ് ഓഫ് ഓണർ ഉണ്ടെന്ന്. മുഖ്യമന്ത്രി നോക്കുമ്പോൾ വലതുവശത്തെ നിരന്നു നിൽക്കുകയാണ് നിരവധി പോലീസുകാർ വെയിലത്തെ. അവിടെ പോയി മുഖ്യമന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കണം, അതാണ് പതിവ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പോലീസിൻ്റെ സമയം വെറുതെ വേസ്റ്റാക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ് ശ്രമമാണ് ഇതേ എന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. അവരവിടെ കാത്തു നിൽക്കുന്നത് കൊണ്ട്, അവരെ അപമാനിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വീകരിക്കാം, എന്നാൽ താൻ ഇത് നിർത്തലാക്കും. ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ഇനി വേണ്ട എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. I know that. This has to be finished. Stopped. Actually, this is wasting the time of the police personnel. I'm going to stop it this week itself. Anyway, they are standing there. Yep. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് എണീറ്റ് നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഒരു സല്യൂട്ട് കൊടുക്കാൻ തോന്നി. നമ്മുടെ നാട്ടിൽ അനാവശ്യമായ ഒരുപാട് ആചാരങ്ങൾ അധികാരത്തിൻ്റെ പേരിലുണ്ട്. അധികാരം പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസിനെയാണ് അതിന് ഉപാധിയായി ഉപയോഗിക്കുന്നത്. ഏത് വിശിഷ്ടാതിഥി വന്നാലും പോലീസുകാരെ നിരത്തി നിർത്തി ഗാർഡ് ഓഫ് ഓണർ കൊടുക്കും. ബ്രിട്ടീഷുകാർ അച്ചടക്കമുള്ള അടിമസേനയെ വളർത്തിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ശീലമാണിത്. വാസ്തവത്തിൽ പോലീസിൻ്റെ ഒരുപാട് സമയം ഇത് നഷ്ടപ്പെടുത്തുന്നു. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഇത് വല്ലാതങ്ങ് ആഘോഷിക്കുന്നു. SP മുതൽ മുകളിലേക്ക് റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ താഴെയുള്ള പോലീസുകാരെ ഇടയ്ക്കിടെ ഇങ്ങനെ നിരത്തി നിർത്തി ഗാർഡ് ഓഫ് ഓണർ വാങ്ങും. ഒരു കാര്യവുമുള്ള കാര്യമല്ല. എന്നിട്ട് അവർ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച് പോലീസുകാരൻ്റെ യൂണിഫോം ശരിയാണോ, മീശയ്ക്ക് നിറമുണ്ടോ, കൈവച്ചിരിക്കുന്നത് ശരിയായാണോ എന്നൊക്കെ പരിശോധിച്ച് അവരെ പണിഷ് ചെയ്യും. പലർക്കും PR ഇടും, പലരെയും സ്ഥലം മാറ്റും. അങ്ങനെ പോലീസുകാരെ പീഡിപ്പിക്കുന്ന ഒരു പരിപാടിയായി ഗാർഡ് ഓഫ് ഓണർ മുമ്പോട്ട് പോകുന്നു. രാഷ്ട്രീയക്കാർക്ക് കൊടുത്താൽ മാത്രമേ പോലീസുകാർക്ക് കിട്ടൂ എന്നതുകൊണ്ടാണ് ഈ വൃത്തികെട്ട ഏർപ്പാട് അവർ തുടരുന്നത്. ഒരു തരത്തിലും പോലീസ് സേനയ്ക്ക് ഗുണമില്ലാത്ത ഈ പണി വഴി പോലീസിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നു. അതിനെതിരെയാണ് വി ഡി സതീശൻ പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലാതെ അത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം ആ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതുപോലും ഒരു ചടങ്ങിന് വേണ്ടിയാണ്. ഒരു താല്പര്യവും കാണിച്ചില്ല, ഒന്നും പരിശോധിക്കാൻ പോയില്ല. അവിടെ നിൽക്കുന്ന പോലീസുകാരെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്നോർത്ത് സ്വീകരിച്ചു പോന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനത് നിർത്തിയിരിക്കും, അവസാനിപ്പിച്ചിരിക്കുമെന്ന്. മുഖ്യമന്ത്രിക്കുള്ള ഗാർഡ് ഓഫ് ഓണർ മാത്രം നിർത്തിയാൽ പോരാ, അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഒരു രാഷ്ട്രീയക്കാരനും ഒരു പോലീസ് ഓഫീസർക്കും ഈ ഗാർഡ് ഓഫ് ഓണർ ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി ഉത്തരവിറക്കണം. എങ്കിൽ ലാഭിക്കാൻ പോകുന്നത് പോലീസിന്റെ വിലപ്പെട്ട സമയം മാത്രമല്ല, പാവപ്പെട്ട പോലീസുകാരുടെ മാനസിക നില കൂടിയാണ്. B സന്ധ്യയെ പോലുള്ള മുതിർന്ന പോലീസ് ഓഫീസർമാർക്ക് ഗാർഡ് ഓഫ് ഓണർ ഒരു ഹരമായിരുന്നു എന്ന് കൂടെ പ്രവർത്തിച്ചവർ പറയുന്നുണ്ട്. ഒരു DYSP ഇതേക്കുറിച്ച് ഒരു ഗ്രൂപ്പിലിട്ട സന്ദേശം ഇങ്ങനെയാണ്: ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സെറിമോണിയൽ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഇതൊരു അലങ്കാരമായിട്ട് നടത്താം. അതല്ലാണ്ട് ഈ ഒരു DIGയോ SP ഒക്കെ വരുമ്പോഴത്തേക്കും അവരെ ഇങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരാരും ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ അവർക്കത് വേണം താനും. ആ ഒരു രീതി മാറിയിട്ട് ഇത് സെറമോണി ഒൺലി ഫോർ സെറമോണിയൽ. ആൾക്കാർക്ക് ഒരു പാസിംഗ് ഔട്ട് പരേഡ് നടത്തുമ്പം നമുക്ക് വേണം നടത്താം, അല്ലെങ്കിൽ അതുപോലുള്ള റിപ്പബ്ലിക് ഡേ നടത്താം, പാകാതരത്തിലൊക്കെ പരിപാടി നടത്തുന്നത് നമുക്ക് നടത്താം. അല്ലാണ്ട് ഒരു SP സ്റ്റേഷൻ വരുമ്പോഴത്തേക്കും തന്നെ ഉള്ള ഗാർഡിലാണ് വിളിച്ച് SHO വന്ന് ഗാർഡ് വിളിക്കുന്നു, ഗാർഡ് സെൻട്രി സ്റ്റാൻഡ് പാസ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം കുഴപ്പം. വല്ല കാര്യമുള്ളതാണോ? ഒക്കെ നമ്മുടെ പഴയ സിസ്റ്റം അങ്ങനെ തന്നെ കിടക്കുന്നു. അത് ഒരു പരേഡിനൊക്കെ വന്നിട്ട് ആംസ് ഡ്രില്ല്, മറ്റേത് മാല കൂടെ, ഇതൊന്നുമില്ല. ഒരു സേനായിട്ടൊരു പ്രശ്നം വരുമ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യം മാത്രം പഠിപ്പിച്ചാൽ മതി. അതൊന്നും ഇല്ലാതെ എന്തായാലും ഇത് പക്ഷേ ഇദ്ദേഹം മാത്രം ഒഴിവാക്കിയിട്ട് കാര്യമില്ലെന്നേ. ഇദ്ദേഹം ഒഴിവാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ
ഇപ്പം പക്ഷെ ഇപ്പോഴത്തെ DGPയും ഒക്കെ ആ ഒരു ചിന്താഗതിക്കാരായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ ഭംഗിയെ പോലെയും സന്ധ്യാമാടത്തെ പോലെയും ഒക്കെയുള്ള ചില ആൾക്കാരുണ്ട്. അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 8 മണിക്ക് ക്യാരറ്റ് ജ്യൂസ്, 9 മണിക്ക് മുന്തിരി ജ്യൂസ്, 10 മണിക്ക് ബദാം ജ്യൂസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് എങ്ങനെ വരുന്നു എന്ന് പോലും ചിന്തിക്കാതെ അറമാദിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. സത്യത്തിൽ ഈ വൃത്തികെട്ട ശീലം പണ്ടേ അവസാനിപ്പിക്കേണ്ടതാണ്. അതിനിപ്പോഴെങ്കിലും തയ്യാറായ മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ. കോവിഡ് കാലത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സാധാരണക്കാർക്ക് കാപ്പി കുടിക്കാൻ AVT കമ്പനിയിൽ നിന്നും കോഫി മെഷീൻ വാങ്ങി കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ മുമ്പിൽ സ്ഥാപിച്ചതിന്റെ പേരിൽ ജോലി തെറിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. PS രഘു എന്ന് പറയും. ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ട് PS രഘു എനിക്കയച്ച വോയിസ് സന്ദേശം കൂടി കേൾക്കുക. ചേട്ടാ, ഈ വീഡിയോ ഒന്ന് കാണണം. അതായത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ്. ഈ ഗാർഡ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ ഈ മേലും SP സ്റ്റേഷനിൽ വരുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ ഒരുക്കുക, DAG, DGP, ADGP, IG ഇവർക്കൊക്കെ വെറുതെ വേണ്ടി കുറെ പോലീസുകാർ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പോകണം. പ്രാക്ടീസ് അവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അവരെ സസ്പെൻഡ് ചെയ്യുക, PR ആക്കുക. ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഈ ഒരു ആചാരമുണ്ട്. അത് നിർത്താൻ മുഖ്യമന്ത്രി തൊടുക്കൂട്ടുണ്ട്. ചേട്ടൻ നല്ലൊരു വാർത്തയാണ് ഇതിനെപ്പറ്റി. അപ്പൊ ചേട്ടൻ ഇതൊരു വാർത്തയാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോലീസുകാരെ അതിന് കൈയടിക്കും. കാരണം വെച്ചാൽ ഈ ഗാർഡ് ഓഫ് ഓണർ എന്ന് പറഞ്ഞൊരു കാര്യം ആവശ്യമില്ല. എന്തിനാണ് ഒരു SP സ്റ്റേഷനിൽ വരുന്ന സമയത്ത് കുറെ പോലീസുകാരെ നിരത്തി നിർത്തി SHO ഗാർഡ് വിളിച്ച് പ്രസന്റാം ചെയ്ത് അവരെ വിളിച്ച് പിന്നെ അവര് അണ്ടിപ്പരിപ്പ് ജ്യൂസ് ഇതൊക്കെ കഴിച്ചിട്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് വന്നിട്ട് പോകും. ഇത് തന്നെ പോലീസിലെ DGP തുടങ്ങി താഴോട്ടുള്ള എല്ലാവർക്കും ഉള്ള പരിപാടിയാണ്. ഇപ്പൊ ഒരു പാസിംഗ് ഔട്ട് പരേഡിനൊക്കെ അല്ലെങ്കിൽ ഒരാൾ റിട്ടയർമെന്റ് പരേഡിന് ഈ ഇതുപോലെ സെറമോണിയൽ പരേഡുകൾ ആവശ്യമാണ്. അല്ലാതെയുള്ള ഈ ഗാർഡ് ഓഫ് ഓണർ എന്നുള്ള പരിപാടി തന്നെ നിർത്തണം. ഈ പോലീസ് അക്കാദമിയിലെ മെയിൻ ഗേറ്റിന്റെ അവിടെ ഒരു ഗാർഡ് ഉണ്ട്. ഈ അതിലേ പോണ ഒരു SI പോയാലും ഒരു അതായത് സല്യൂട്ടിന് അർഹതപ്പെട്ട ആരും അതിലെ പോയാലും അവിടെ നിൽക്കണ പോലീസുകാർ വേഗം ഓടി വന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് ഗാർഡ് എന്ന് വിളിച്ച് വേഗം അവിടെ നിന്ന് തോക്കെടുത്ത് അവരെ സല്യൂട്ട് ചെയ്യുക, പ്രസന്റാം ചെയ്യുക. ഇതൊക്കെ ഇതുപോലുള്ള എന്തോരം വൃത്തികെട്ട അനാചാരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ പോലീസിൽ ഇതൊക്കെ വെറും അനാചാരമാണ്. ഇത് പോലീസ് അക്കാദമി മെയിൻ ഗേറ്റിന്റെ ചേർന്ന് ഒരു ഗാർഡ് റൂം എന്ന് പറഞ്ഞ സംഭവം. ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി ഗാർഡ് റൂം വയ്ക്കും. ഇത് അങ്ങനെയല്ല. ഇത് അവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് അതിലെ ഏതെങ്കിലും ഒരു പോലീസുകാർ പണ്ട് ഭുവനേന്ദ്രൻ എന്നൊരു SP ഉണ്ട്. അയാള് അതിലെ അയാൾ ഭയങ്കര ഒരു പ്രത്യേക മൈൻഡാ. എല്ലാവരും തെറി വിളിക്കുന്ന സ്വഭാവമൊക്കെയാണ്. ഇയാള് ഈ സാധാരണ SP മാരൊക്കെ കാറിനല്ലേ പോകുള്ളൂ. ഇയാള് ജീപ്പ് എടുത്ത് അതിലേ പോയപ്പോ ഈ പ്രസന്റാം എന്ന് പറഞ്ഞാല് ഈ അതായത് SP റാങ്കിൽ അശോക സ്തംഭം ധരിച്ചവർക്കാണ് ഈ പ്രസന്റാം കൊടുക്കുക. അല്ലാത്തവർക്ക് സാധാരണ ബഡ് സല്യൂട്ടാ കൊടുക്കുക. ഇയാള് ജീപ്പിന് പോയപ്പോ ഇയാളെ എന്തോ SIO CAO ആണെന്ന് കരുതിയിട്ട് ഇയാൾക്ക് ബഡ് സല്യൂട്ടാ കൊടുത്തത്. ഇയാള് നേരെ ജീപ്പ് ഓടിച്ച് ഗാർഡിലേക്ക് ചെന്നിട്ട് ഇറങ്ങിയിട്ട് എന്റെ ബാച്ചിലെ പോലീസ് അവരെ തെറിവിളി, എടാ നിനക്കൊക്കെ എന്താ എനിക്ക് പ്രസന്റാം തരാൻ അത്ര മടി, മാറ്റാണ് മറിച്ചാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അന്ന് അവരെ തെറിയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സംഭവം എനിക്കറിയാം. അപ്പൊ ഇതുപോലുള്ള ഈ ഗാർഡ് ഓഫ് ഓണർ പരിപാടി നിർത്തണം. ഇപ്പൊ നമ്മൾ വിദേശത്തെ ഒരു ഭരണാധികാരി വരുമ്പോ ഓക്കെ നമ്മൾ ഗാർഡ് ഓഫ് ഓണർ എടുക്കുക, അത് അവർക്കൊരു ബഹുമായി. ഇത് ഒരു SP വന്നാലും പോയാലും ഇവർക്കൊക്കെ വേണ്ടി ഗാർഡ് ഓഫ് ഓണർ എടുക്കുന്നത് എന്തൊരു കഷ്ടമാണത്. അതല്ല ഈ പോലീസ് അക്കാദമിയിലെ ഈ ഗാർഡ് ആര് പോയാലും അവിടെ നിന്ന് ഉറക്ക അവര് ഗോഡ് എന്ന് ഉറക്കെ വിളിച്ചിട്ട് സല്യൂട്ട് ചെയ്യണം. അവര് കേൾക്കണം. അത് കേട്ടില്ലെങ്കിൽ അതിന് പണിഷ്മെന്റാ.